എല്ലാവർക്കും BMS ടാക്കീസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ മൂന്നാം ദിവസത്തെ വീക്കിലി ടാസ്കും കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ ടാസ്ക് റിജക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് ഇന്ന് അനീഷ് അവിടെ ഉള്ള പ്രോപ്പർട്ടീസ് എല്ലാം എറിഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ ട്രേ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് കുറേ ആൾക്കാർ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ടുന്നുണ്ട്. അനീഷിൻ്റെ പട്ടി ഷോ, അനീഷ് എക്സ്പോസായി, അനീഷിൻ്റെ ഗെയിം തീർന്ന്, ഇങ്ങനെയൊക്കെ കുറച്ച് കമൻസുകളും വീഡിയോസുകളും ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നലെ രാത്രി ലൈവിൽ ആദിലയും നൂറയും അനുമോളും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അക്ബറിന് കോയിൻസ് കിട്ടരുത് എന്നുള്ളത്. അതായത് അക്ബർ ഏത് ഓണർക്കാണോ ബോട്ടിൽ കൊടുക്കുന്നത് അവർക്ക് കോയിൻസ് കിട്ടരുത് എന്നുള്ള ഒരു പ്ലാൻ ഇന്നലെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അനുമോൾ ഇത്ര സത്യസന്ധമായി കളിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഒരേപോലെ കിട്ടണ്ടേ, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്യണ്ടേ. ഇവരിത് ഇന്നലെ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് ഇന്ന് രാവിലെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലത്തെ ഉണ്ടായിരുന്ന നെവിനെ മാറ്റി പകരം ഷാനവാസിനെയും ആര്യനെയുമാണ് പുതിയ ഓണേഴ്സായിട്ട് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തത്. മാത്രമല്ല ക്വാളിറ്റി കൺട്രോളിലുണ്ടായിരുന്ന ജിഷിനെ മാറ്റി സാബുമേന ക്വാളിറ്റി കൺട്രോളിലോട്ട് ആക്കി. ടാസ്ക് തുടങ്ങി. എല്ലാവരും കുപ്പിയൊക്കെ കഴുകിക്കൊണ്ട് വന്നു. ഈ അക്ബർ എല്ലാവർക്കും കുപ്പി എടുക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഷാനവാസ് അക്ബറിൻ്റെ കുപ്പി റിജക്റ്റ് ചെയ്തു, ആര്യൻ അക്ബറിൻ്റെ കുപ്പി റിജക്റ്റ് ചെയ്തു. അവസാനം എടുത്തത് അനീഷാണ്. അപ്പോൾ ഇത് അനുമോൾ കണ്ടു, അനീഷാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പം തന്നെ അറിയാം അനീഷിന് കിട്ടില്ല, കോയിൻ കിട്ടില്ല എന്നുള്ളത് 100% നമുക്ക് അവിടെ മനസ്സിലായി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ജ്യൂസൊക്കെ റെഡിയാക്കി ഓരോരുത്തരായിട്ട് കൊടുത്തു. ഫസ്റ്റ് ആര്യൻ കൊടുത്തു, രണ്ടാമത് ഷാനവാസ് കൊടുത്തു, മൂന്നാമത് അനീഷും കൊടുത്തു. ഇതിൽ ആര്യൻ്റെ 2 കുപ്പി അവർ അപ്രൂവ് ചെയ്തു വച്ചു. പിന്നീട് അനീഷിൻ്റെ 2 കുപ്പി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുപ്പിയിൽ എന്തോ ഒരു ഹെയർ കിടക്കുന്നത് കണ്ടു. ഇത് വച്ചിട്ട് അവർ ആ ബാക്കിയുള്ള എല്ലാ കുപ്പിയും നോക്കുക പോലും ചെയ്യാതെ റിജക്റ്റ് ചെയ്തു. എല്ലാ കുപ്പിയും അങ്ങ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. വേറെ ഒരു കുപ്പിയും നോക്കിയിട്ടില്ല. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, അതിനുമുമ്പ് അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആ ഒരു കുപ്പി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുമോൾ അത് കേട്ടില്ല. കാരണം അനുമോൾക്ക് ഇത് കിട്ടിയൊരു അവസരമാണ്, അതുകൊണ്ട് എല്ലാ കുപ്പിയും റിജക്റ്റ് ആക്കി. അപ്പം അനീഷ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കുപ്പി മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഇന്നലത്തെ പ്ലാൻ അനുസരിച്ച് അത് ഫുള്ളും റിജക്റ്റ് ചെയ്തു. ഇവിടെ എനിക്ക് പറയാനുള്ളത് ന്യായം 100% അനീഷിൻ്റെ ഭാഗത്താണ്. കാരണം നമ്മളൊരു കടയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു സാധനം ഒരു കുപ്പിയിൽ ഇപ്പം എന്തെങ്കിലും ഒരു 7-അപ്പോ പെപ്സിയോ അതിലെന്തെങ്കിലും ഒരെണ്ണത്തിൽ എന്തെങ്കിലും ഒരു ജീവിയോ എന്തെങ്കിലും കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ബോട്ടിൽ നമ്മൾ എടുത്ത് കളയും അല്ലെങ്കിൽ മാറ്റി വയ്ക്കും എന്നും പറഞ്ഞ് ആ കമ്പനിയുടെ മുഴുവൻ ബോട്ടിലും മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുകയോ മാറ്റി വയ്ക്കുകയോ ചെയ്ത ചരിത്രമില്ല. അങ്ങനെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ മാറ്റി വയ്ക്കുന്നതിന് പകരം മറ്റത് നോക്കുക പോലും ചെയ്യാതെ ഫുള്ള് റിജക്റ്റ് ചെയ്തു. അപ്പം അനീഷിന് അവിടെ കയറി അനീഷിന് കൊളുത്തി അങ്ങനെ അവിടുന്ന് അനീഷ് ആ ട്രേ എല്ലാം മറിച്ചിട്ടു. ട്രേ മറിച്ചിട്ട് ബോട്ടിലെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഈ ചെയ്ത പ്രവൃത്തിയോട് ഞാൻ യോജിക്കുന്നില്ല. പ്രോപ്പർട്ടി നശിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ 100% ന്യായം അനീഷിൻ്റെ ഭാഗത്താണ്. അത് ഇന്നലെ ലൈവ് കണ്ടവർക്കും ഇന്നത്തെ ലൈവ് നല്ല രീതിയിൽ കണ്ടവർക്കും ഇത് മനസ്സിലാവും. അതനുസരിച്ച് കുറേ ആൾക്കാർ ഈ വീണ് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ അനീഷ് എക്സ്പോസായി, അനീഷ് തകർന്നു, അതുപോലെ തന്നെ അനീഷിൻ്റെ എന്തൊക്കെയോ കമൻറ്റ്സ് ഇടുന്നുണ്ട്. അനീഷ് എക്സ്പോസായി, അനീഷ് ടാസ്ക് കുളമാക്കി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സീസൺ 4 ഇതേപോലെ ഒരാൾ വീഴാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം എന്തായി? ആ ആൾക്ക് തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അനീഷിനും. നിങ്ങളെല്ലാവരും അനീഷ് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊന്നും വീഴുന്ന ഒരാളല്ല അനീഷ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇനി വീണ്ടും മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം പറയുന്നു 100% ന്യായം അനീഷിൻ്റെ ഭാഗത്താണ്.